എല്ലാ കലയും നല്ലതാണ്, എല്ലാ സാഹിത്യവും നല്ല സാഹിത്യമാണെന്ന് പറയാൻ സാധിക്കില്ല. എല്ലാ രംഗത്തുമുള്ള നിലവാര തകർച്ച ഇത് നമ്മെ ഇന്ന് അലട്ടുന്നുണ്ട്. ഒരു ബോധത്തിന്റെ കുറവ്. ആ ബോധം എന്താണ്? നൈതിക ബോധമാണ്, മാനവിക ബോധമാണ്. ഇപ്പോ ഞാൻ പലയിടത്തും പറയാറുണ്ട്, ഓർക്കാറുണ്ട്. ഒരു വിദ്യാർത്ഥി അടുത്ത കാലത്ത് പഠിക്കാൻ പറഞ്ഞയച്ചിടത്ത് നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഒരു കത്തി വാങ്ങാനാണ്. ആ കത്തി അവൻ മൂർച്ചയുണ്ടോ എന്ന് പരിശോധിച്ചു. എന്നിട്ട് എന്തിനാണ് അവൻ മൂർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുന്നത്? അറിയാതെ സംഭവിച്ചതൊന്നുമല്ല, അറിഞ്ഞ് മനഃപൂർവ്വം അവൻ അതിനുവേണ്ടി നാട്ടിലെത്തി. സ്വന്തം മാതാവിനെ കൊല്ലാൻ വേണ്ടിയാണ് ആ തവണ അവൻ നാട്ടിൽ വന്നത്. ഇതൊക്കെ ഈ കേരളത്തിൽ ഇന്ന് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. അവൻ മാതാവിനെ കൊന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് നമ്മുടെ വലിയ കലാകാരൻ സലീം കുമാർ, നടൻ, അദ്ദേഹത്തോടൊപ്പം ഖത്തറിൽ ഒരു പരിപാടിക്ക് പോയതാണ്. ഞങ്ങൾ രണ്ടാളും ഒരു സംഭാഷണമായിരുന്നു ആ ചടങ്ങ്. വേദിയിൽ ഇരുന്ന് രണ്ടാളും വർത്തമാനം പറയാം, സമൂഹത്തെ അലട്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ കൈമാറാം വലിയൊരു പ്രബുദ്ധ സദസ്സിന്റെ മുമ്പിൽ. അതിന് പോയ സമയത്താണ് ഞാൻ ഈ വാർത്ത കേൾക്കുന്നത്. എന്തായിരിക്കും ഇങ്ങനെയൊന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ തോന്നും, വലിയ സങ്കടം ഉണ്ടാവും അല്ലേ? നമ്മളൊക്കെ മാതാക്കളുടെ ലാളന അനുഭവിച്ച് വളർന്നവർ മാത്രമല്ല, മാതാവിനെ മനസ്സിലാക്കിയവരാണ്. രാജരാജേശ്വരി നിന്റെ രാജാങ്കണം രാഗാർദ്രമാമി പ്രപഞ്ചം എന്ന് എഴുതിയതൊരു മലയാള കവിയാണ്. അമ്മയില്ലാതെ വല്ലതുണ്ടോ എന്തൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നത് അമ്മയെക്കുറിച്ച് അല്ലേ? ഒരച്ഛൻ കുഞ്ഞിനെ താരാട്ട് പാടുമ്പോ തന്റെ ഭാര്യയോട് പറയണം, അച്ഛനെ പോലായിടും അമ്മയ്ക്കവൻ നിത്യസ്വർഗമാകും. ഇവൻ വളർന്നിട്ട് എന്നെ പോലെ നിനക്ക് ഇവനാവും. അച്ഛനെ പോലായിടും അമ്മയ്ക്കവൻ. കുട്ടിയെ താരാട്ട് പാടുമ്പോ, ഭാര്യയും ഭർത്താവും കൂടി താരാട്ട് പാടുമ്പോ ഭാര്യക്ക് ഭർത്താവ് പറഞ്ഞു കൊടുക്കാണ്, എന്റെ മോൻ വളർന്നിട്ട് അച്ഛനെ പോലായിടും അമ്മയ്ക്കവൻ. അച്ഛൻ എങ്ങനെയാണോ ഈ ഭാര്യയെ സ്നേഹിച്ചു കൊണ്ട് നടക്കുന്നത്, നാളെ എൻ്റെ മോൻ നിന്നെ നോക്കും. ഇതൊക്കെയാണ് കുടുംബം. ഇതൊക്കെ മാനവ സംസ്കാരത്തിന്റെ ആധാരശീലകളാണ്. ഇതൊക്കെ ഇന്ന് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായിക്കോളും. ഇത് പലർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ചില പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കുടുംബം വേണ്ടെന്ന് പറഞ്ഞു, വിവാഹം തന്നെ വേണ്ടെന്ന് പറഞ്ഞു, ഒന്നിച്ച് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവിടെയൊക്കെ ഒരുപാട് തകർച്ചകളാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വിദേശത്ത് പോയപ്പോൾ ഇറ്റലിയിലെ ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു വേദിയിൽ, ഇറ്റലിക്കാർ. അപ്പം ഞാൻ ഇറ്റലിയെക്കുറിച്ച് കേട്ടൊരു കാര്യം അവരോട് ചോദിച്ചു. ഇറ്റലിയിൽ ചെറുപ്പക്കാരുടെ ജനസംഖ്യ കുറയുന്നു എന്ന് കേൾക്കുന്നല്ലോ, ശരിയാണോ? അവർ പറഞ്ഞു വളരെ ശരിയാണ്. എന്താ കാരണം? വിവാഹമില്ല. കല്യാണം കഴിച്ചിട്ട് ആ കുടുംബത്തിലാണ് മക്കളുണ്ടാവുന്നത്. ഒന്നിച്ച് ജീവിക്കുക, ലിവിങ് ടുഗദർ. ആൺ സുഹൃത്ത്, പെൺ സുഹൃത്ത്, ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയാൻ എന്തോ ഒരു അപമാനമാണ്. ഇങ്ങനൊക്കെ സംസ്കാരത്തെ തന്നെ തകർക്കുന്ന, സാംസ്കാരിക മൂല്യങ്ങളെ മുച്ചൂടും നിർമാർജനം ചെയ്യുന്ന അരാജകത്വത്തിന്റെ കൂലംകുത്തി ഒഴുക്ക്. അതിനുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? അതിന് നമുക്കെല്ലാം വേണം, കലയും വേണം, സാഹിത്യമൊക്കെ വേണം. പണ്ടത്തെ ചലച്ചിത്രങ്ങളൊക്കെ നോക്കൂ. പണ്ടത്തെ ചലച്ചിത്രങ്ങളിൽ തെറി പറയാറുണ്ടായിരുന്നില്ല ആരും. ഞാനൊരു ഉദാഹരണം പറയാം. അസഭ്യം, പ്രേം നസീറിന്റെ കാലത്ത്, മധുവിന്റെ കാലത്ത് അസഭ്യം ഒരു തിരക്കഥാകൃത്ത് എഴുതൂല. എഴുതിയാലും അന്നത്തെ നടന്മാർ പറയാൻ കൂട്ടാക്കൂല. ഇന്നോ ഈ കുട്ടികളുടെ അടുത്ത് ഞാൻ പറയാൻ നാണിക്കുക.